ഞാനിന്ന് ഉണ്ടാക്കുന്നത് പാനിപൂരിയാണ്. പാനിപൂരിൻ്റെ മോളാണിത്. ഇതിന് വറുത്ത് കോരി വെക്കണം. പാനിപൂരിക്ക് ആവശ്യമുള്ള സാധനം ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്ത്, പച്ചമുളക്, ഇഞ്ചിയും, മല്ലിയില, ഉരുളക്കിഴങ്ങ്, പുതിന, മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു 2 ചെറുനാരങ്ങേൻ്റെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. മിക്സിൻ്റെ ജാറിലേക്ക് പച്ചമുളകും മല്ലിയിലയും പുതിനയും ഇഞ്ചിയുമാണ് ചേർത്ത്, അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിനെ അരച്ചിട്ട് എടുക്കണം. പാനിപൂരിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണത്. പിന്നെ നമുക്ക് ഓപ്ഷനിലാണ് ഇത്, നമ്മൾ മാക്സ് പൊടിച്ച് വെച്ചതാണ്. വേണ്ടിക്കൽ ചേർത്താൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചേർക്കണം. പാനിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിൻ്റെ മസാലക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ, വേണമെങ്കിൽ ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇതിനോട് ഞാൻ ചേർക്കുന്നതാണ്. പിന്നെ കുറച്ച് പുളിയും ആവശ്യത്തിന് മാത്രം, നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് കുറച്ച് പുളിയും ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നാലും അത് കഴിക്കുമ്പോൾ രസമുണ്ടാവും. മധുരവും എരിവും എല്ലാം കൂടിയാവും, പുളിയും എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഞാൻ കുറച്ച് പുളി ചേർത്തിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇതിനകത്ത് ചേർക്കും. പാനിപൂരി എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ച്, ഇനി ഇപ്പം നമുക്ക് കൈക്കട്ടിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചത്. അല്ലെങ്കിലും മസാല നിറയ്ക്കാണ്ട് കുറച്ച് സമയം വെച്ചിട്ട് പകലെല്ലാം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമ്മളെ വെള്ളം തന്നെയാകുമ്പോൾ മോശമൊന്നും ആവില്ല. അവരെല്ലാം എന്തെല്ലാം നിറച്ച് വെക്കുന്നതല്ലേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും കമൻറ്റും ഷെയറും തരിക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.